കഴുകുമ്പോൾ തന്നെ ആ ഒരു ചർമ്മം തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ല അടിപൊളി കൈകളുടെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ. ഈ ഭാഗം മുഖത്തിൻ്റെ ചർമ്മത്തെ പോലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന്. കൈകളുടെയും കാലുകളുടെയും ചർമ്മം ചുളിവ് വീണും നിറം കുറഞ്ഞിരുന്നാൽ നമുക്ക് വളരെയധികം സങ്കടമാണ്. പലരും നമ്മളോട് ചോദിക്കും, ഫേസിന് നിറം ഉണ്ടല്ലോ, നിങ്ങളുടെ കൈക്ക് എന്താ ഒന്നും ചെയ്യില്ലയോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് പലരും ചോദിക്കാറില്ലയോ. ഇനി അങ്ങനെയൊന്നും നിങ്ങളോട് ആരും ചോദിക്കില്ല. നിങ്ങളുടെ മുഖത്തിനെക്കാട്ടിലും ഇരട്ടി നിറം നൽകാനും നല്ല പോലെ കൈകളുടെ ചർമ്മവും കാലിൻ്റെ ചർമ്മവും നല്ല യൗവനത്തോടു കൂടി നിർത്താനും സഹായിക്കുന്ന അടിപൊളി ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതെന്താണെന്നുള്ളത് പറയാം കേട്ടോ. ഇനി നിങ്ങൾ സലൂണിൽ കയറി ഇറങ്ങി പെഡിക്യൂറും മാനിക്യൂറും ഒന്നും ചെയ്യണ്ട. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് തിളക്കം നൽകാനും നഖങ്ങൾക്ക് സൗന്ദര്യം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് കാണണ്ടേ. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്നത് ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മ സൗന്ദര്യം കൂട്ടിയെടുക്കാനും കൂടാതെ തന്നെ നഖങ്ങൾക്ക് സൗന്ദര്യം കൂട്ടാനുമൊക്കെ സഹായിക്കുന്ന കിടിലനൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് ചുളിവൊക്കെ വീണിരുന്നാൽ വളരെ സങ്കടമാണ് നമുക്കുണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ കൈകളുടെയും കാലിൻ്റെയും ചർമ്മ സൗന്ദര്യം മാറ്റം കൂട്ടാൻ നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിൻ്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടുന്നതാണ്. കാരണം അടിപൊളിയാണ് ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട്. കാരണം എൻ്റെ കൈയുടെ ഇതുണ്ട്, നിങ്ങൾ വേണേൽ നോക്കിക്കോ. ഒരു ചുളിവോ ഒന്നുമില്ല, നല്ല തിളക്കത്തോടു കൂടി ഇരിക്കുന്ന നിങ്ങൾ കണ്ടോ. തിളക്കത്തോടു കൂടി ഇരിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ആകുമ്പോൾ പല കാര്യങ്ങൾ മാറി മാറി എൻ്റെ പലർക്കും ഫേസിലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൈകൾ കൊണ്ടല്ലേ അത് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കൈകൾക്ക് ഒരു കുഴപ്പമോ ചുളിവോ ഒന്നും ഇല്ലാതിരിക്കുന്നതിനുള്ള മെയിൻ കാര്യം ഞാൻ ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ചെയ്യാം. ഞാൻ എൻ്റെ കൈകൾക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യുന്നതും എൻ്റെ കൈകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾക്ക് നല്ലൊരു തിളക്കവും ഒക്കെ ഇരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. ഒരു ചുളിവ് വീഴാതെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈക്ക് ഒരു ചുളിവോ ഒന്നുമില്ലല്ലോ. ഇതുപോലെ നിർത്താൻ നിങ്ങൾക്കും സാധിക്കും. വെറുതെ പറയുന്നതല്ല, 100% നിങ്ങൾക്ക് റിസൾട്ട് നൽകുന്ന കിടിലനൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ കൈകളുടെയും കാലിൻ്റെയും ചർമ്മം നിറക്കുറവും ചുളിവും ഒന്നും ഉണ്ടാവില്ല. എത്ര നാൾ ചെന്നാലും നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മം യൗവനത്തോടു കൂടി നിർത്താനും സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചീറലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. നല്ല പോലെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുഴിനഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എൻ്റെ നഖത്തിൻ്റെ ഇതുണ്ട്, നല്ല നമ്മൾ സലൂണിലൊക്കെ ചെന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടോ. നിങ്ങൾക്കും നേടിയെടുക്കാം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. 100% റിസൾട്ട് നൽകുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. അതിലേക്ക് പോകാം. കൈകളുടെയും കാലുകളുടെയും ചർമ്മം തിളക്കം വെക്കാൻ നിങ്ങൾ ഇനി പണം മുടക്കി സലൂണിൽ കയറി ഇറങ്ങണ്ട. ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ കൈകളുടെ ഞാനിപ്പം കൈകൾക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ഒരു ബൗള്. അതിലേക്ക് നമ്മുടെ കൈകൾ മുക്കുന്നതിന് പറ്റുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടറാണ്. ഇപ്പം റോസ് പെറ്റലുകൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു ആണ്. ഷാമ്പു ചേർക്കുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഷാമ്പു ചേർത്ത് കൊടുക്കണം. ഷാമ്പു എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ പറയാം. നിങ്ങൾക്കിപ്പം ഏത് തരം ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈകളൊന്ന് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കുക. എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് നല്ലോണം പതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈകൾ ഇതിലേക്ക് ഇറക്കി വെച്ച് നല്ല പോലെ ഒന്ന് ഇതാക്കിയെടുക്കുക.
നമുക്കിപ്പോൾ റോസ് പെറ്റലുകൾ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പം അല്ലാതെ ഈ റോസ് വാട്ടർ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കൈകളുടെ ചർമ്മം ചുളിവ് വീഴുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൈകൾക്ക് എപ്പോഴും കൈകളുടെ ചർമ്മം എപ്പോഴും ചെറുപ്പമായിട്ട് ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. ഫേസിനെക്കാട്ടിലും പലരും കൈകളുടെ ചർമ്മമാണ്, ഫേസിനാണ് നമുക്ക് പലരും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ കൈകൾക്കും അതേപോലെ തന്നെ സെയിം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ്. കൈകൾ അങ്ങനെ നല്ല പോലെ ഇതാക്കി വെക്കാം. ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ കൈകൾ വെച്ച് കൊടുക്കണം. കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇതാക്കി കൊടുക്കണം. അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സിങ് തന്നെ നമുക്ക് കാലയിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. അതെന്താ കളയണ്ടെന്ന് പറയുന്ന കാര്യം ബാക്കി ഞാൻ പറയാം. എന്തായാലും ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കട്ടെ. കൈകൾ ഞാനിപ്പം കൈകൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. തുടയ്ക്കുകയാണ്. കഴുകരുത്, തുടച്ചിട്ടുണ്ട്. അങ്ങനെ തുടച്ചിട്ട് ഇപ്പം കണ്ടോ, നേരത്തേതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് വിത്ത് ഒരു മസാജ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് 1 ടേബിൾ സ്പൂൺ വേണ്ടത്. ബേക്കിംഗ് പൗഡർ ഞാൻ അങ്ങനെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അലോവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. ഇതൊരു തിക്ക് രീതിയിലായിട്ട് മാറിയത് കണ്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷാംപൂ, 1 ടേബിൾ സ്പൂൺ അല്ല 1/2 ടേബിൾ സ്പൂൺ ഷാംപൂ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന കണ്ടീഷണർ ഒഴികെ ഏതൊരു ഷാമ്പുവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂണാണ് ഷാംപൂ വേണ്ടത്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ഷാംപൂ ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഇതുണ്ടോ, നല്ലൊരു ക്രീം പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകളിൽ ഇട്ട് നല്ല പോലെ മസാജ് കൊടുക്കാം. നമ്മുടെ കൈകളിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട്. കൈകൾക്ക് നല്ലപോലെ നിറവും നൽകാനും ചുളിവുകൾ വീഴാതെ കൈകളെ നല്ലതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്. ഇനി പണം മുടക്കി സലൂണിൽ കയറി ഇറങ്ങി പെഡിക്യൂറും മാനിക്യൂറും ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൈകൾ എപ്പോഴും നല്ല ചെറുപ്പമായിട്ട് നിർത്താൻ സാധിക്കും. ഇപ്പോൾ പല വീട്ടമ്മമാർക്കും സലൂണിലൊക്കെ പോയി കയറി ഇറങ്ങി പെഡിക്യൂറൊക്കെ ചെയ്യുന്നതിന് സമയം കിട്ടാറില്ല. അപ്പം സമയത്ത് TV കാണുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ കൈകളെ തേച്ച് നോർമൽ രീതിയിൽ മസാജ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ നോർമൽ രീതിയിൽ മസാജ് കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും നിറക്കുറവ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. കൈകൾക്ക് ഇവിടെ ഉണ്ടെങ്കിലും പക്ഷേ ഈ ഭാഗങ്ങളിൽ ചില ആൾക്കാർക്ക് നിറക്കുറവ് കാണാറുണ്ട്. അങ്ങനെ തേച്ച് നല്ല പോലെ മസാജ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ഉണങ്ങുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ വെള്ളം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെള്ളം വെച്ചായിരുന്നല്ലോ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈകൾ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി കൈകൾ ഇതിലേക്ക് ഇറക്കി വെച്ച് നല്ല പോലെ ഇത് കണ്ടോ, നിങ്ങൾ കഴുകുമ്പോൾ തന്നെ ആ ഒരു ചർമ്മം തിളക്കം വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കൈകൾക്ക് നല്ലൊരു നിറം നൽകാൻ സഹായിക്കും. കൈകൾ നല്ല സോഫ്റ്റ് ആക്കാനും നല്ലപോലെ കൈകൾക്ക് നല്ല പോലെ ഒരു മാറ്റം നൽകാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കൈ ഒന്ന് നല്ല ശുദ്ധവെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മളിപ്പം നേരത്തെ കഴുകിയ വെള്ളത്തിൽ തന്നെ നേരത്തെ എടുത്ത് വെച്ച വെള്ളം അതിൽ തന്നെ കൈ കഴുകിയതിന് ശേഷം ഇത് മാറ്റിയിട്ട് ഇനി നമ്മൾ നമ്മുടെ സാധാരണ വെള്ളത്തിൽ കൈ കഴുകണം. ഇപ്പം തന്നെ കൈകളുടെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ. ഈ ഭാഗമൊക്കെ നല്ല പോലെ നിറക്കുറവായിട്ടിരുന്നതല്ലായിരുന്നു എൻ്റെ കൈകൾ.
ഇപ്പം നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കൊണ്ട് വരട്ടെ കൈ. ഇതാ കഴുകിയിട്ടുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? കഴുകി ഞാൻ തുടച്ചിട്ടുണ്ട്. കിടിലൻ ഒരു സംഭവമാണ്. നിങ്ങൾക്കിത് അടിപൊളി റിസൾട്ട് നൽകുന്നതാണ്. നല്ല അടിപൊളി റിസൾട്ട് നൽകുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ കാലുകൾക്കും ചെയ്യാനായിട്ട് നോക്കണം. കിടിലനാണ്. ഇപ്പം എൻ്റെ കൈകളുടെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ? നഖത്തിൻ്റെയൊക്കെ ഒരു തിളക്കം. ഇനി നിങ്ങൾ സലൂണിൽ കയറി ഇറങ്ങി പണം മുടക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കൈകൾ തിളക്കം വെക്കാൻ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അടിപൊളിയാണ്. നിങ്ങൾ കൈകളുടെ ആ ഒരു മാറ്റം നിങ്ങൾ പറയണേ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. നേരത്തേക്കാട്ടിലും നഖങ്ങളുടെ ആ ഒരു തിളക്കമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. നല്ല ക്ലീൻ ആയിട്ട്. നമ്മൾ നഖത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കൈകൾക്ക് ഈ ഭാഗത്ത് നമ്മുടെ കൈകളുടെ സ്കിന്നിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ എന്നാൽ നഖത്തിൻ്റെ ആ ഒരു വ്യത്യാസമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അടിപൊളിയാണ്. ഉണ്ടല്ലോ ചെയ്തിട്ടുള്ള റിസൾട്ട് ഒക്കെ കണ്ടല്ലോ. 100% റിസൾട്ട് നൽകുന്നതല്ലയോ? വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൈകളുടെ ചുളിവുകൾ മാറ്റുന്നതും കൈകൾക്ക് നിറം വെക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 100% എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ പോലും ഞെട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നത്. 100% നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മത്തിന് തിളക്കം നൽകാൻ ഇനി നിങ്ങൾ പണം മുടക്കി സലൂണിലൊന്നും കയറി ഇറങ്ങണ്ട. ഇത് നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്ക്. ചെയ്തിട്ട് റിസൾട്ട് വന്ന് മറക്കാതെ തന്നെ എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.